എൻ്റെ പേര് സോണിയ തോമസ്. ഞാൻ തൃശ്ശൂർ ചാലക്കുടിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ എൻ്റെ ഡിഗ്രി 2020 കംപ്ലീറ്റ് ചെയ്തിട്ട് 3 വർഷം ലക്നൗവിൽ IT ഫീൽഡിൽ വർക്ക് ചെയ്യായിരുന്നു. ഈ ലാസ്റ്റ് മെയിൽ ജോലിയുടെ കുറച്ച് പ്രശ്നങ്ങൾ കാരണം ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു. എന്നിട്ട് ഞാൻ നാട്ടിൽ തന്നെ ജോലിക്ക് വേണ്ടി കുറേ ട്രൈ ചെയ്തു. പക്ഷേ ഒരു 3-4 ഇൻ്റർവ്യൂസൊക്കെ അറ്റംപ്റ്റ് ചെയ്തു. പക്ഷെ ഒന്നും വർക്കൗട്ട് ആയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ അബ്രോഡ് പോയി സ്റ്റഡീസിന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഓസ്ട്രേലിയയിൽ ഞാൻ ഒരു 2-3 കോളേജസിലേക്ക് ഞാൻ ആപ്ലിക്കേഷൻ ഇട്ടു. പക്ഷേ എനിക്ക് 2 കോളേജസിൽ നിന്ന് എനിക്ക് റിജക്ഷൻ വന്നു. അപ്പോൾ ഓൾമോസ്റ്റ് 2 months ഞാൻ വെയിറ്റ് ചെയ്തു ഓഫർ ലെറ്റർ ഇട്ടിട്ട്. ബട്ട് എനിക്ക് വേറെ ഒരു റിപ്ലൈ ഒന്നും വന്നില്ല. അങ്ങനെ ഞാൻ IELTS എക്സാം എഴുതിയിരിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നിട്ട് എല്ലാവരും എടുക്കുന്ന പോലെ തന്നെ ഞാൻ ഉടമ്പടി എടുത്തു. ഞാൻ സെപ്റ്റംബർ 2023 സെപ്റ്റംബർ 29 ഞാൻ ഉടമ്പടി എടുത്തത്. എല്ലാവരും ഉടമ്പടി എടുക്കുന്ന പോലെ തന്നെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം അവിടെ കസേരയിൽ ഇരുന്നപ്പോൾ ഇവിടെ സാക്ഷ്യങ്ങൾ പറയുന്നത് കേട്ടു. അപ്പോൾ ഇവിടെ നിന്നിട്ടൊരു ചേട്ടൻ, ആ ചേട്ടന് ഇങ്ങനെ വിസ വന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ എനിക്ക് ഓക്കെ കുറച്ചും കൂടി നല്ല വിശ്വാസമൊക്കെ വന്നു. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോയി. അങ്ങനെ അതൊരു ഫ്രൈഡേ ആയിരുന്നു. നെക്സ്റ്റ് ഫ്രൈഡേ എൻ്റെ IELTSൻ്റെ റിസൾട്ട് വന്നു. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും നല്ല മാർക്ക് എനിക്ക് കിട്ടി. അന്നേ ദിവസം തന്നെ എനിക്ക് നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് ഓഫർ ലെറ്റർ വന്നു. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് ആ യൂണിവേഴ്സിറ്റിയിൽ കിട്ടുമെന്ന്. കാരണം റിജക്ഷൻ വന്ന 2 യൂണിവേഴ്സിറ്റീസ് ലെവൽ 2 യൂണിവേഴ്സിറ്റീസ് ആയിരുന്നു. എനിക്ക് ഓഫർ ലെറ്റർ വന്നത് അതൊരു ലെവൽ 1 യൂണിവേഴ്സിറ്റി ആയിരുന്നു. അങ്ങനെ ഓഫർ ലെറ്ററൊക്കെ വന്നു. ഓൾറെഡി ഞാൻ നല്ല ലേറ്റ് ആയിരുന്നു. എന്നിട്ട് ലോൺ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾക്ക് പരിചയമുള്ളൊരു മാനേജറിൻ്റെ ഒക്കെ അടുത്ത് പോയിട്ട് ഞാനൊരു ബാങ്കിൽ പോയിട്ട് ലോൺ ആപ്ലിക്കേഷൻ ഇട്ടു. ഞങ്ങൾക്ക് വേറെ തടസ്സങ്ങളൊന്നും ഉണ്ടായില്ല. ഞങ്ങൾക്കങ്ങനെ വേറെ ഇഷ്യൂസൊന്നും ഉള്ള ഫയലൊന്നും ആയിരുന്നില്ല. അപ്പോൾ 100% തന്നെ ലോൺ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് അങ്ങോട്ട് പോയത്. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞങ്ങളുടെ വഴിയുടെ ഒരു ഇഷ്യൂ കാരണം ആ ലോൺ റിജക്ഷനായി. കാരണം വഴിയൊരു പ്രൈവറ്റ് റോഡായിരുന്നു. അപ്പോൾ അവർക്കത് പറ്റില്ല. അത് ഒന്നെങ്കിൽ പബ്ലിക് ആക്കണം, അല്ലെങ്കിൽ സ്വന്തം പേരിൽ ആ വഴി രജിസ്റ്റർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതെന്തായാലും ഒരു പോസിബിൾ ഓപ്ഷൻ ആയിരുന്നില്ല. അപ്പോൾ ഓക്കെ ഈ ഇൻടേക്ക് വിടാം, അടുത്ത ഇൻടേക്കിലേക്ക് ആകുമ്പോഴേക്കും അത് ശരിയാക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളവിടെ വെച്ചു. ഞാൻ പക്ഷേ മാതാവിൻ്റെ അടുത്ത് ഇവിടെ നിയോഗത്തിൽ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത് ഫെബ്രുവരി 2024 ഇൻടേക്കിൽ തന്നെ ഞാൻ വിചാരിച്ച സ്ഥലത്തേക്ക് എനിക്ക് പഠിക്കാൻ പോകണമെന്നാണ് ഞാനിവിടെ നിയോഗം എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഓക്കെ അതൊരു ഡെഡ് എൻഡാണ്, അപ്പോൾ അടുത്ത ഇൻടേക്ക് നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എന്തോ മാതാവിൻ്റെ ഒരു കാരുണ്യം കൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ വേറൊരു ബാങ്കിലും കൂടെ കൊണ്ടുപോയിട്ട് ആപ്ലിക്കേഷൻ ഇടാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷയൊന്നും ഇല്ലാണ്ട് തന്നെ ആ ബാങ്കിൽ ആപ്ലിക്കേഷൻ ഇടാൻ പോയി. അപ്പോൾ അന്ന് പോണേക്കാം തലേ ദിവസം രാത്രിയിൽ ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം എടുത്തിട്ട് ഓരോ പേപ്പറിലും മുദ്രപത്രത്തിൻ്റെ ഞങ്ങളുടെ വീടിൻ്റെ പേപ്പറിൻ്റെ മുദ്രപത്രത്തിൻ്റെ ഓരോ പേപ്പറിലും ഞാൻ കൊടുക്കാൻ പോകുന്ന ഓരോ പേപ്പറിലും മാതാവിൻ്റെ ഉടമ്പടി തൈലം തേച്ച് കുരിശ് വരച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞങ്ങൾ ബാങ്കിൽ കൊണ്ട് കൊടുക്കാൻ പോയി. പക്ഷേ അവിടെ ഞങ്ങൾക്ക് ഇഷ്യൂസ് വന്നു. പക്ഷെ അതിനൊക്കെ എങ്ങനെയൊക്കെ അത് ഓവർകം ചെയ്തു. അവർ പറഞ്ഞു ഓക്കെ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴേക്കും എൻ്റെ ടൈം പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഡിസംബർ ലാസ്റ്റ് ടൈം. അങ്ങനെ അവർ വാല്യുവേഷൻ വന്നു. അപ്പോഴും ഈ വഴി അതൊരു പ്രശ്നമാണ്. ഞങ്ങളുടെ മനസ്സിൽ ഓക്കെ എത്രയൊക്കെ പോയാലും വഴിയുടെ അവിടെ പേപ്പർ എത്തുമ്പോൾ അതവിടെ നിൽക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അങ്ങനെ ഒരു വാല്യുവേഷൻ വരേണ്ട സമയത്ത് ഞാൻ അന്ന് അവർ വിളിച്ച് പറഞ്ഞ കുറച്ച് നേരം മുമ്പ് ഞാൻ ഇവിടുത്തെ മാതാവിൻ്റെ ഉപ്പെടുത്ത് ഞങ്ങളുടെ വീടിൻ്റെ 4 അതിരിലും ഞങ്ങളുടെ വഴിയുടെ 4 അതിരിലും പോയിട്ട് ആ ഉപ്പ് വിതറിയിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ഞാൻ ഇങ്ങനെ ചെയ്ത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എന്താ അങ്ങനെ ചെയ്തത്. ഞാൻ അങ്ങനെ അത്ര വലിയ വിശ്വാസമുള്ള ടൈപ്പ് അങ്ങനത്തെ ആളല്ല. എന്നാലും ഞാൻ അങ്ങനെ ചെയ്തു. എന്നിട്ട് അവർ വന്നു. അവർ പറഞ്ഞു ഓക്കെ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചതിലും കൂടുതൽ എമൗണ്ട് അവർ വാല്യുവേഷൻ റിപ്പോർട്ടിൽ ഇട്ട് തന്നു. ഓക്കെ നമുക്ക് ഈ എമൗണ്ട് പ്രോസസ്സ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ വിത്തിൻ 1 വീക്കിനുള്ളിൽ എനിക്ക് ലോൺ പാസ്സായി കാര്യങ്ങളൊക്കെ റെഡിയായി. അപ്പോൾ ഞങ്ങൾ ഫീസ് അടച്ചു. ഫീസിൻ്റെ സമയത്തൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഞങ്ങൾ തന്നെ അറിയാണ്ട് തന്നെ അതൊക്കെ സോൾവായി പോയി. അങ്ങനെ വിസയ്ക്ക് വെക്കേണ്ട സമയം ഇപ്പോൾ ഞാൻ കുറച്ച് ലേറ്റായി. എൻ്റെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് പെൻഡിങ് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ജാനുവരി 30 ഞാൻ വിസയ്ക്ക് വെച്ചത്. എനിക്ക് ഈ ഫെബ്രുവരി 16 അവിടെ എത്തണം. ഡിസംബർ ഫസ്റ്റ് വീക്കിൽ വെച്ച ആൾക്കാർക്ക് വരെ ഇതുവരെ വിസയൊന്നും വരാണ്ട് ഇപ്പോഴും അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഈ ഇൻടേക്ക് എന്തായാലും പോയി കിട്ടില്ല എന്ന് തന്നെ വിചാരിച്ചു. കാരണം അവർക്ക് വരാണ്ട് പിന്നെ എനിക്ക് എന്തായാലും വരില്ല.
അങ്ങനെ ഞാൻ വിസയ്ക്ക് വെച്ചു. വിസയ്ക്ക് വെക്കാൻ ജാനുവരി 13 ഒരു ഈവനിങ് 6 o'clock വെച്ചത്. വിസ വെച്ച് വിത്തിൻ 10 seconds എൻ്റെ വിസ ഗ്രാൻഡായി. അത് ഓട്ടോ ഗ്രാൻഡ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ എനിക്ക് വിത്തിൻ 10 seconds എൻ്റെ വിസ ഗ്രാൻഡായി. ഞാൻ ചൊവ്വാഴ്ച 14th ഏർലി മോർണിംഗിന് ഞാൻ ഓസ്ട്രേലിയക്ക് പോവാണ്. മാതാവ് ഞാൻ പ്രാർത്ഥിച്ച പോലെ തന്നെ എക്സാക്ട്ലി ഞാൻ എന്തോ പ്രാർത്ഥിച്ചു അത് തന്നെ മാതാവ് എനിക്ക് നടത്തി തന്നു. ഞാൻ വളരെ ഗ്രേറ്റ്ഫുള്ളാണ്. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ കാരുണ്യപ്രവർത്തികളൊക്കെ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്കതിനുള്ള എക്സ്പോഷറൊന്നും ഉണ്ടായിരുന്നില്ല. എവിടെ പോകണം എങ്ങനെ ചെയ്യണമെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഞാനൊരു കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ പോയിട്ട് പാർട്ട് ടൈമിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ എനിക്കൊരു 15 days നാട്ടിലെവിടെയെങ്കിലും ഇവിടെ ഇങ്ങനെ കരുണാഭവൻ പോലുള്ള സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യണമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ജസ്റ്റ് അവിടെ പോയി ഇരുന്നാൽ മതി. പക്ഷേ ഞാൻ വിചാരിച്ചു ഓക്കെ ഉടമ്പടി എന്തായാലും ഉള്ളതാണ്. അപ്പോൾ ഞാൻ എൻ്റെ 100% അതിൽ കോൺട്രിബ്യൂഷൻ ചെയ്തു. എനിക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ഞാനവിടെ എല്ലാം ചെയ്തു. അവിടെ സിസ്റ്റേഴ്സൊക്കെ എന്നെ കുറേ അപ്രീഷിയേറ്റ് ചെയ്തു എൻ്റെ എഫേർട്ടിനും വർക്കിനൊക്കെ. പിന്നെ അവിടെ ഞാനും എൻ്റെ ഫാമിലിയും 1 day ഫുഡൊക്കെ കൊടുത്തു. അവിടെയുള്ള അമ്മച്ചിമാരും എല്ലാവരും എനിക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു ഇത് വെച്ച് ഞാൻ 1 വർഷം 2 വർഷം കൂടുമ്പോഴൊക്കെയാണ് കുമ്പസാരിക്കാറ്. പുറത്തായിരുന്ന കാരണം അല്ലെങ്കിലും ഞാൻ അങ്ങനെയാണ് കുമ്പസാരിക്കാറ്. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിച്ചില്ലെങ്കിലും അതെനിക്കൊരു 1 മാസത്തേക്കാക്കി കുറയ്ക്കാനുള്ളൊരു ചാൻസ് കിട്ടി ഉടമ്പടി എടുത്ത കാരണം. അപ്പോൾ അതിൽ ഞാൻ മാക്സിമം എനിക്ക് പറ്റാവുന്നിടത്തോളം ഞാൻ വിത്തിൻ 1 month കുമ്പസാരിക്കാനുള്ള ഇതൊക്കെ ഞാൻ ചെയ്യും. പിന്നെ ബൈബിൾ വായിക്കാനായാലും അരമണിക്കൂർ എത്തിച്ചില്ലെങ്കിലും 10 minutes ഒക്കെ ഡെയിലി ബൈബിൾ വായിക്കാൻ എൻ്റെ വല്യപ്പച്ചൻ എന്നോട് എന്നും പറയാറുണ്ട് നീ ബൈബിൾ വായിക്കണം, പുതിയ നിയമം വായിക്കണം, പഴയ നിയമം വായിക്കണം. പക്ഷേ ഓക്കെ പറയാല്ലാണ്ട് ഞാനത് വായിക്കാറൊന്നുമില്ല. പക്ഷേ ഉടമ്പടി എടുത്ത് ഞാനൊരു പുതിയ ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചു. അപ്പോൾ അതെനിക്ക് എൻ്റെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ കുറേ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഞാൻ ഡെയിലി ഒരു 10 minute ഞാൻ മാക്സിമം കിടക്കണേ മുമ്പ് ട്രൈ ചെയ്യും. ഇനി അത് അരമണിക്കൂർ ആക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് പേപ്പർ എനിക്ക് ഫസ്റ്റ് ടൈം ഇവിടുന്ന് കിട്ടിയപ്പോൾ ഞാനത് ഹോസ്പിറ്റലിൽ അവർ വായിക്കുന്ന എനിക്ക് തോന്നിയ ആൾക്കാരുടെ കയ്യിൽ ഞാൻ കൊണ്ടു കൊടുത്തു. പിന്നെ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടുത്തെ പ്രാർത്ഥനകളും എനിക്ക് മനസ്സിൽ തട്ടിയ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ റിലേറ്റീവ്സിനും എൻ്റെ കസിൻസിനൊക്കെ അയച്ചു കൊടുത്തു. എൻ്റെ സൈഡിൽ നിന്ന് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത കാര്യമാണ് അത്. ഞാനങ്ങനെ അങ്ങനത്തെ റിലീജിയസ് കാര്യങ്ങളൊന്നും ആർക്കും അങ്ങനെ ഷെയർ ചെയ്തതാണ്. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ഞാനങ്ങനെ ചെയ്തു. ഞാൻ എല്ലാവർക്കും അത് ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് മാക്സിമം. പിന്നെ എല്ലാ ദിവസവും ഞാൻ കുർബാനയ്ക്ക് പോവും. അത് കാരണം എനിക്ക് കുർബാനയ്ക്ക് പോകുന്നത് എനിക്ക് പറ്റാവുന്നതിൻ്റെ മാക്സിമം ഞാൻ എല്ലാ ദിവസവും ഒരു 1-2 ദിവസം മുടങ്ങിയതല്ലാണ്ട് ഞാൻ കുർബാനയ്ക്ക് പോവും. ആ സമയമാകുമ്പോൾ തന്നെ എണീക്കും, പോകാനൊക്കെ പറ്റും. അങ്ങനെ എനിക്ക് ഈ 3 മാസം ഉടമ്പടി എടുത്ത മാസവും എനിക്ക് ഭയങ്കര അനുഗ്രഹപ്രദമായിരുന്നു. താങ്ക് യു. ഇനി മുൻപോട്ട് ഞാൻ എൻ്റെ ഈ ഉടമ്പടിയിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും എനിക്ക് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം. അതിനുള്ള സാഹചര്യങ്ങൾ എനിക്ക് മാതാവ് ഒരുക്കി തരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാ മാസവും 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാനും എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. പിന്നെ കാരുണ്യ പ്രവർത്തികൾ നമ്മുടെ ഇവിടെ അല്ലെങ്കിലും ഞാൻ എവിടെയായിരിക്കുന്നു അവിടെ എനിക്ക് ചെയ്യാൻ കഴിയാവുന്നതെല്ലാം ഞാൻ ചെയ്യും. ജോഷുവയുടെ പുസ്തകം 24:13 തിരുവചനം പറയുന്നു, നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും നിങ്ങൾക്ക് ഞാൻ തന്നു, നിങ്ങൾ ഇന്നിവിടെ വസിക്കുന്നു. നമ്മൾ നട്ടുവളർത്താത്ത മുന്തിരിത്തോട്ടത്തിൻ്റെയും ഒലിവ് തോട്ടത്തിൻ്റെയും ഒക്കെ ഫലം, നമ്മൾ പണിയാത്ത പട്ടണങ്ങൾ, ഇതൊക്കെ നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്ന കർത്താവിൻ്റെ കരുതലുള്ള സ്നേഹം. എങ്ങനെയാണ് ഓരോ മക്കളും ഇവിടെ വന്ന് തങ്ങളുടെ സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ അവരിത്രയും നാളും ആയിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് അവരെ എങ്ങനെ ഉടമ്പടി മാറ്റി അവരുടെ ജീവിതത്തെ വേറൊരു ദിശയിലേക്കാക്കുന്നു. യൂത്ത് ആയ കുട്ടികളൊക്കെ അവർ സാക്ഷ്യം പറയുമ്പോൾ തീർച്ചയായും അവരവരുടെ ജീവിതത്തിൽ ഇനി മുൻപോട്ട് അവർക്ക് ഒരു ബോധ്യങ്ങൾ കിട്ടിയ ആ ബോധ്യത്തിൽ നിന്നുള്ള ദൈവാനുഭവമാണ് അവർ ഈ ഇത്രയേറെ ജനസഞ്ചയത്തിൻ്റെ മുമ്പിൽ അവർ പങ്കുവയ്ക്കുന്നത്. അത് പിന്നീട് അവരുടെ ജീവിതത്തിൽ അവരൊരിക്കലും മറക്കില്ല. അവർക്ക് അങ്ങനെയുള്ള ഒരു ജീവിതം അവരുടെ ബോധ്യത്തിൽ വന്നാൽ അവരതിൽ തങ്ങളുടെ എത്രമാത്രം തങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ അത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകും എന്നുള്ളൊരു ദൃഢനിശ്ചയമൊക്കെ എടുക്കുവാനായിട്ട് എങ്ങനെയാണ് അവർക്ക് കഴിയുന്നത്? അതാണ് ഉടമ്പടി ജീവിതം നമ്മെ ഉടനടി അവകാശവും അനുഗ്രഹവും തരുന്ന ഒരു പ്രാർത്ഥനയാണ് എന്ന് നാം പറയുന്നതിനുള്ള കാരണം തൻ്റെ എബ്രോഡ് സ്റ്റഡീസ്
അതൊരിക്കലും തനിക്ക് സാധിക്കില്ല എന്നുള്ള ഒരവസ്ഥയിൽ നിന്ന് ഈ മകൾക്ക് വിതിൻ സെക്കൻഡ്സ്, അതായത് 10 സെക്കൻഡ്സ് കൊണ്ടൊക്കെ തനിക്ക് എങ്ങനെ വിസയുടെ കാര്യങ്ങൾ ശരിയാകുന്നു, ലോണിന് തടസ്സങ്ങൾ, ഇവരുടെ വഴിയുടെ തടസ്സം ഇവർക്കുണ്ട്. ആ തടസ്സങ്ങൾ നിൽക്കെ തന്നെയാണ് ആദ്യത്തെ ബാങ്ക് റിജക്റ്റ് ചെയ്യുന്നു. വീണ്ടും ഇനിയും ആ തടസ്സങ്ങൾ മാറ്റിയിട്ടല്ല. അപ്പോൾ ഭാരലഘുത്വം, അതാണ് ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നായ ഭാരലഘുത്വമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുക. ഇതൊക്കെ വളരെ ഹെവി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഹെവി ഡ്യൂട്ടിയൊക്കെ എങ്ങനെയാണ് വളരെ ലൈറ്റായിട്ട് അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ വരുമ്പോൾ മാറുന്നത്? അതുകൊണ്ടാണ് തിരുവചനം പറയുക, നമ്മൾ പണിയാത്ത പട്ടണങ്ങളും നമ്മൾ ഒരിക്കലും നട്ടുവളർത്താത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും ഒക്കെ നമുക്ക് ലഭിക്കുന്നു എന്ന്. നമ്മുടെ ജീവിതത്തിലെ ഇത്രയും നാളും അനുഭവിച്ചിരുന്ന ഒരവസ്ഥയല്ല ഇനി മുൻപോട്ട് നാം നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ മാറുന്ന ഒരവസ്ഥയിലേക്ക്. അത് നമ്മുടെ ആത്മീയ ജീവിതം. ഓരോ വ്യക്തികളും പറയുമ്പോൾ ഈ മകളുടെ ജീവിതം എങ്ങനെയായിരുന്നു, ഇന്ന് എങ്ങനെയാണ്, ഇനി മുമ്പോട്ട് താൻ എന്ത് തീരുമാനിച്ചിരിക്കുന്നു, കാരുണ്യ പ്രവർത്തികൾ ചെയ്യുവാനൊക്കെയുള്ള ഒരു സന്നദ്ധത. അങ്ങനെയാണ് ഈശോയിൽ നിന്ന് കൃപകൾ നേടുന്നത്. നമുക്ക് നമ്മുടെ വ്യക്തി ജീവിതത്തെ നമുക്കൊന്ന് കുലുക്കി, നമുക്കൊന്ന് ഒരു പുതിയ ജീവിത പന്ഥാവിലേക്ക് നമ്മെ നയിക്കുന്ന, അതിന് ശക്തിയുള്ള തമ്പുരാൻ്റെ അടുത്താണ് നാം നിൽക്കുന്നത് നാം യാഥാർത്ഥ്യം നമുക്ക് ബോധ്യപ്പെടാം. അങ്ങനെ കരങ്ങൾ അടിച്ച് ഈശോ നമ്മുടെ ജീവിതത്തിലും ഈ മകളുടെ ജീവിതത്തിലും നൽകുന്ന എല്ലാ കൃപകൾക്കും നമുക്ക് നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.